ഹലോ കൂട്ടുകാരെ, ഇന്നിപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. മഴക്കാലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല. അന്ന് എടുത്തായിരുന്നു കുറച്ച്. പിന്നെ അന്ന് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം എന്താ മഴ പെയ്തിരിക്കുന്ന സമയത്തുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അത്. നേരത്തപ്പോൾ രാവിലെ എണീറ്റു. കുഞ്ഞാപ്പൂ എണീറ്റിട്ടില്ല കേട്ടോ. കുഞ്ഞാപ്പൂ തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ എണീറ്റുള്ളൂ. എണീറ്റ് വന്നതേ നേരെ നോക്കുന്നത് നമ്മളെ പുഴയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് കേട്ടോ. നേരം 6:30 മണിയായിട്ടോ. ഞാൻ മാത്രമല്ലേ പോകുള്ളൂ, പിള്ളേർക്ക് പോകണമെന്ന് വെച്ചാൽ അവിടെ കിടക്കും. അന്നേരം എണീറ്റ് വന്ന് വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ നോക്കി വന്നിട്ട് ഇതാ കട്ടൻ ചായ വെച്ചു കേട്ടോ. ഞാൻ 7 മണിയാകുമ്പോൾ പോകണം. അന്നേരം കട്ടൻ ചായയും ബ്രെഡും കഴിച്ചിട്ടാണ് മൂപ്പരങ്ങ് പോയിക്കോളും. അത് ഞാനും കഴിച്ചു. ഒരു ഗ്ലാസ് കട്ടൻ ചായ 2 കഷ്ണം ബ്രെഡ് ഞാനും കഴിച്ചു, മൂപ്പരും കഴിച്ചു. മൂപ്പര് പോയി. ഞാൻ എൻ്റെ ബാക്കി പണികളിലേക്ക് ഇനി കിടക്കുകയാണ് കേട്ടോ. അന്നേരം ഇതാ കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാണ് രാവിലത്തേക്കുള്ളത്. അന്നേരം കട്ടൻ ചായ കുറച്ച് ബാലൻസ് ഉണ്ട്, ഞങ്ങൾ കുടിച്ചതിൻ്റെ ബാക്കി അതവിടെ എടുത്തു വെച്ചു. ഇനി ചായ കുടിക്കാൻ നേരത്ത് ചൂടാക്കാലോ എന്ന് കരുതിയിട്ട് ബാക്കി ഇതാ പോയി നേരെ തീയൊക്കെ കത്തിച്ചു. ചോറിന് വെള്ളമൊക്കെ വെച്ചു കേട്ടോ. അടുപ്പിൻ്റെ അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല. വെളിച്ചം ഉണ്ടായിരുന്നു, നേരം കറണ്ട് ലൈറ്റ് ഇട്ടില്ല. പിന്നെ ഇതാ വെള്ളമൊക്കെ ചൂടാകാൻ വെച്ച നേരത്തിന് ഞാൻ എന്താക്കി ലേശം പരിപ്പ്, പച്ചമുളകും ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ ഇട്ട് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേകാൻ. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പക്കുട്ടി എണീറ്റു. അവൾക്കിതാ ചായയും ബ്രെഡും കൊടുത്തു. അവളത് കഴിച്ചു രാവിലെ തന്നെ. പിന്നെ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുകയുള്ളൂ. കടിയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ആൾക്ക് നന്നായി വിശക്കും. അന്നേരം പിന്നെ രാവിലെ ഒരു ചെറിയൊരു കടി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങ് പോയിക്കോളും കുറച്ച് നേരം. മിക്കവാറും അങ്ങനെ കഴിക്കില്ല, ചില ദിവസങ്ങളിൽ മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ വിശപ്പുണ്ടാകുക. ചിലപ്പോൾ രാത്രി എണീക്കാതെ അങ്ങനെ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും അവൾക്ക്. ഇല്ലെങ്കിൽ ചോദിക്കില്ല, വേണ്ടി വരില്ല. അതായിരുന്നു ഇപ്പോൾ രാവിലെ ചപ്പാത്തിയും പരിപ്പ് കറിയാണ് കേട്ടോ. അന്നേരം ആ ചപ്പാത്തിക്ക് ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴക്കുന്നത്. വീഡിയോ അപ്പുറവശം വെച്ചതുകൊണ്ടാണ് കേട്ടോ കൈ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് കൈ മാറിയതുപോലെ തോന്നുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നം തോന്നി അവിടെ. എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല. അതായത് ആ പാത്രം ചൂടുണ്ട്. ഞാൻ അങ്ങനെ എടുക്കാൻ നോക്കിയ പാത്രത്തിന് ചൂടുണ്ട്. അന്നേരം പിന്നെ പാത്രം പിടിക്കുന്ന സംഭവം വെച്ച് തന്നെ വെള്ളം എടുത്തങ്ങോട്ട് ഒഴിച്ചു. ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത്. അതായത് വെളിച്ചെണ്ണയാണെങ്കിലൊക്കെ കട്ട പിടിച്ചിരിക്കുകയാണ്, ഉരുകിയിട്ടൊന്നുമില്ല. അന്നേരം അവിടെയൊക്കെ ഒന്ന് പതുക്കെ തട്ടി കുത്തിയൊക്കെ ആക്കി വെളിച്ചെണ്ണേനെ പിഴിഞ്ഞ് കുറച്ചെടുത്ത് അതിനുശേഷം ആ ചപ്പാത്തിക്കല്ലൊക്കെ തണുപ്പ് കയറി പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോയി അതിനെയൊക്കെ ഒന്ന് തേച്ച് കഴുകി കൊണ്ടുവന്നു. മഴയായതുകൊണ്ട് തന്നെ വാതിലൊന്നും തുറന്നിടാൻ പറ്റില്ല കേട്ടോ. AC-ൻ്റെ അടുത്തുള്ള തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അതിന് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി ചൂടണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണ്, രാവിലെ ആയിട്ട് അപ്ലോഡ് ആയിട്ടില്ല. അന്നേരം പിന്നെ അതിൻ്റെ പുറകെ കുറേ പോയി അത് അപ്ലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും നോക്കുമ്പോൾ അത് കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണുന്നു, പിന്നെ കാണുന്നില്ല. ഇൻഷോട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഭാഗങ്ങൾ കാണില്ല. അങ്ങനെ 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്തു, യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ആക്കി. 3-ാമത്തെ പ്രാവശ്യമാണ് ഇട്ടത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഇടുമ്പോഴത്തേക്കും ആരൊക്കെയോ കാണുന്നുണ്ട്, പക്ഷെ അവരാരും നമ്മളെ ഫുൾ വീഡിയോ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത്. നിങ്ങൾ കാണുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ വീഡിയോ കംപ്ലീറ്റ് കാണണം കേട്ടോ. നിങ്ങളങ്ങനെ ലേശം കണ്ട് ലൈക്കും തന്ന് കമൻറ്റും തന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിന് അതൊരു നല്ല രീതിയിലുള്ളൊരു ഇതായിരിക്കില്ല. അത് എപ്പോഴും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഫുള്ളായിട്ട് കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ കാണുമ്പോൾ യൂട്യൂബ് തന്നെ വിചാരിക്കും നമ്മളെ വീഡിയോക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ തുടക്കത്തിൽ നിർത്തി പോണതെന്ന് വിചാരിക്കും. യൂട്യൂബ് തന്നെ വിചാരിക്കും നമ്മളെ വീഡിയോക്ക് അതിൻ്റെ അത്രയുള്ള ഇമ്പ്രഷൻ കൊടുക്കില്ല കേട്ടോ. ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് അതവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത്. ആരെ വീഡിയോ ആണെങ്കിലും, എൻ്റെ വീഡിയോ തന്നെയല്ല, ഒരാളെ വീഡിയോ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ കാണുകയാണെങ്കിൽ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ലൈക്കും കമൻറ്റും ഇടുക കേട്ടോ. അന്നേരം ആ പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചപ്പാത്തി ഒരു ഭാഗം ചുട്ട് കഴിഞ്ഞു കേട്ടോ. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു. ഒരെണ്ണം ലേശം കരിഞ്ഞു പോയിട്ടോ. ഞാനത് അവിടെ വെച്ചിട്ട് എന്തോ തിപ്പിട്ട് അപ്പുറം ഇപ്പുറം എന്തോ തിരിഞ്ഞപ്പോഴത്തേക്ക് ലേശം കരിഞ്ഞു. അന്നേരം കടുകൊക്കെ പൊട്ടിച്ചിട്ട് ചെറിയുള്ളി മാത്രം ഇട്ട് മൂപ്പിച്ചിട്ടാണ് കേട്ടോ കറി താളിക്കുന്നത്. വേറെ ഒന്നും ഇടണില്ല. പച്ചമുളകും ഉള്ളിയും കിഴങ്ങും പരിപ്പും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കുക, കടുക് പൊട്ടിക്കുക, ഉള്ളി മൂപ്പിക്കുക, കരിവേപ്പിലുണ്ടെങ്കിൽ കരിവേപ്പിലിടുക, വറ്റൽമുളകുണ്ടെങ്കിൽ വറ്റൽമുളക് ഇടുക, താളിക്കുക. ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റം ഇട്ടത്. എല്ലാവർക്കും പരിപ്പേ വേണ്ടു. എനിക്കാണെങ്കിൽ ഈ സാധനം വലിയ ഇഷ്ടവും ഇല്ല കേട്ടോ. ഇത് താളിച്ചത് ഒരു ഉണക്കമീൻ വറുത്തതോ പപ്പടം വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും കെട്ടുവാനും പിന്നെ അത് മതി. എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടവും ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അന്നേരം ഇപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നല്ല കോമ്പിനേഷനാട്ടോ പരിപ്പ് കറി. ഇവിടെ തേങ്ങ അരച്ച കറീനോട് ആർക്കും വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല. 2 ദിവസം നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ ലേശം മഴക്ക് കുറവുണ്ട്, എന്നാലും ഉച്ച തിരിഞ്ഞ് നല്ല മഴ പെയ്തു കേട്ടോ. അതായത് രാവിലെ ഒരു തകൃതിയായിട്ട് എങ്ങനെ പോലും ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പരിപാടികളൊക്കെ തീർക്കണം. കാരണം ഒരു 10:45 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ലൈവ് ചെയ്യും. ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോലും 2 മണിക്കൂറിൻ്റെ അടുത്ത് അങ്ങനെ പോകും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് റീൽസും കാര്യങ്ങളും എടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അന്നേരം ചടപടേന്നാണ് കേട്ടോ രാവിലത്തെ പണികൾ ചെയ്യുക. അന്നേരം കറിയാക്കി അതേ കുക്കറിൽ തന്നെ ഞാൻ കഴുകിയിട്ട് വേഗം കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടല ഉപ്പും മഞ്ഞളും മുളകും കൂടെ ലേശം മുളക് പൊടിയും കൊടുത്തിട്ടാണ് അടുപ്പത്ത് വെച്ചത്. ഒരു 3-4 വിസിലടിച്ചിട്ട് ഓഫാക്കാന്നുള്ള കണ്ടീഷനിൽ വേഗം പോയി പുതപ്പും കാര്യങ്ങളൊന്നും മടക്കിയിട്ടുണ്ടായില്ല. അതിൻ്റെ ഇടയിൽ കൂടെ പോയി അതൊക്കെ ഒന്ന് മടക്കിയിട്ടു.
ദാഗമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇതൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിച്ചും വാരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അവളെ കളി സാധനങ്ങളൊന്നും എത്ര എടുത്ത് വെച്ചാലും ഒതുങ്ങിയിരിക്കില്ല, എല്ലാം വലിച്ചു വാരി ഇട്ടു കേട്ടോ. കുക്കറൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഓഫാക്കി വാങ്ങി വെച്ചതിന് ശേഷം ഇതാ നമ്മളെ കടല റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഒരു ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ വഴറ്റാൻ വെച്ചത്. എളുപ്പപ്പണി ആയിക്കോട്ടെ വെച്ച് ലേശം തേങ്ങയും കൂടെ നുറുക്കി വെച്ചിട്ടുണ്ട് അവിടെ. അന്നേരം അതും കൂടെ ഇടണം. അതൊന്നൊരു വഴണ്ടി വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ലേശം മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മളെ മുറിച്ച് വെച്ച തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച കടല അതിലേക്ക് ഒഴിക്കുക, ഒന്ന് നല്ല ഫ്രൈ ആക്കി എടുക്കുക. അത് ഫ്രൈ ആക്കി എടുത്ത വീഡിയോസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് കാര്യങ്ങളൊക്കെ കുറേ നേരം പോയി വന്നും കളിക്കണ്ടായിരുന്നു. പിന്നെ ഫോണിൽ ചാർജ് കുറവായിരുന്നു. അങ്ങനെയൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളത് കേട്ടോ. എന്നാലും തട്ടിമുട്ടി ഏകദേശം കുറേയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസും അതിൻ്റെ മുകളിലിട്ട തുണിയൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. പ്ലാസ്റ്റിക് എനിക്ക് ഇതിൻ്റെ മുകളിലിടാൻ ഭയങ്കര പേടിയാണ്. എന്താ വെച്ചാൽ എന്തേലും അഥവശാ തീ പിടിക്കുമോ എന്നുള്ളൊരു പേടി. എന്തേലും ഒന്ന് ഉറ്റിയ തീ പിടിക്കുക ചെയ്താൽ പ്രശ്നമല്ലേ. അന്നേരം അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് ഇട്ടില്ല. ഇത് നമ്മളെ അലമാര വാങ്ങിച്ചപ്പോൾ ഒരു തുണീൻ്റെ അലമാര വാങ്ങിച്ചായിരുന്നു ഞാൻ മീഷോയിൽ. അതൊക്കെ കൂടെ തല്ലിപ്പൊളിച്ച് ഞാൻ കളഞ്ഞു കേട്ടോ. അപ്പോൾ അതാകെ പൊട്ടിയിട്ട് അതിൻ്റെ മുകളിലത്തെ കവറാണ് ഇത് കേട്ടോ. നമ്മളെ ബെഡിൻ്റെ കവറൊക്കെ പോലെ ഒരു കവറാണ്. അന്നേരം അതിനെ ഞാൻ കീറിയിട്ട് ഓരോ കഷ്ണം ഇടക്കിടക്കിടക്ക് മാറ്റിയിടും മുഷിയുമ്പോൾ. എന്തെങ്കിലും വെള്ളമോ കറീൻ്റെ എന്തെങ്കിലുമൊക്കെ ഉറ്റി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. അന്നേരം ഇതിൻ്റെ മുകളിലൂടെ എന്തെങ്കിലും ഷീറ്റ് മറ്റേ കാർപ്പറ്റ് പോലത്തെ എന്തെങ്കിലും വാങ്ങിച്ചിടണം. ഇതിൻ്റെ മുകളിൽ മേശേൻ്റെ മുകളിലൊക്കെ പൊട്ടാനായതിന് മേശയൊക്കെ ഒരു ഭാഗം ആയിട്ടുണ്ട്. കുറേ കാലമായതാണ് കേട്ടോ. പിന്നെ ഒന്ന് ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും വാങ്ങാൻ മെനക്കെടുമില്ല, അതാണ് പ്രശ്നം. അന്നേരം ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് അന്നേരം കടല നല്ലോണം ചാറ് വറ്റിയിട്ടില്ല, ലേശം വെള്ളമുണ്ട് വറ്റാൻ. അന്നേരം അത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. അന്നേരം എൻ്റെ പണികൾ തീർക്കാൻ വേണ്ടി ഞാൻ വേഗം എല്ലാം തട്ടി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അത് അടുപ്പത്തങ്ങ് വെച്ചാൽ എൻ്റെ പണികൾ നടക്കുന്നതിൻ്റെ കൂടെ അതങ്ങ് വറ്റുകയും ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അന്നേരം ഇന്നലെ വെച്ച രസത്തിൻ്റെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ പരിപ്പ് കറിയുണ്ട്, കടല റോസ്റ്റും ഉണ്ട്. അന്നേരം ഇതൊക്കെ വെച്ചിട്ട് ഇന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ കടയിലൊക്കെ പോകുമായിരിക്കും. അന്നേരം എന്തെങ്കിലും കൊണ്ടുവരും, പപ്പടം മുട്ട എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അന്നേരം അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം വൈകുന്നേരം ആകുമ്പം. അന്നേരം അങ്ങനെയൊക്കെ മതി. എന്താ വെച്ചാൽ ഇതുപോലും ഇല്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ടാവും കേട്ടോ. ഈ മഴക്കാലത്ത് പണിയും ഇല്ല ഒന്നും ഇല്ലാണ്ട് നമുക്ക് പണിയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇതല്ലാതെ അങ്ങോട്ട് പോകണമെന്ന് പറയാം കേട്ടോ. എത്രയോ വീടുകളുണ്ടാവും എന്നറിയാം, പണിയൊന്നും ഇല്ലേ. മഴയാകുമ്പോൾ പണിയില്ലാത്ത ഒത്തിരി പേരുണ്ടാവും. അന്നേരം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ സുഖമാണ് എന്ന് പറയാം കേട്ടോ. നമ്മളൊക്കെ കൊട്ടാരത്തിൽ ജീവിക്കുന്നു എന്ന് പറയാം. ഈ മഴയത്ത് ചോർന്നൊലിച്ചൊക്കെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ ഫോണിലൊക്കെ വാർത്തയിലൊക്കെ ആണെങ്കിലും എത്ര പേരെ കണ്ടില്ലേ. അതൊക്കെ വെച്ചൊക്കെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണെന്നേ ഞാൻ പറയുള്ളൂ എപ്പോഴും എൻ്റെ മക്കളോട്. എൻ്റെ മക്കൾ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇട്ട് മാറാനില്ലാത്ത എത്രയോ കുട്ടികളുണ്ടാവും നമ്മളീ നാട്ടിൽ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തോ ഒരു സുഖമുള്ള ആൾക്കാരല്ലേ. ഒന്നില്ലെങ്കിലും ഒരു കറിയിൽ കൂട്ടിയിട്ട് നമ്മൾ ചോറിനില്ലേ, വെറും മുളക് കൂട്ടി ചോറിന് എത്രയോ പേരുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ അല്ലേ വല്ലാത്തൊരു വിഷമം തോന്നും. ചില സമയത്ത് ഓരോന്ന് കാണുമ്പോൾ, ഓരോ മക്കളെല്ലാം കാണുമ്പോൾ വിഷമം തോന്നും. അന്നേരം പിന്നെ ഇത് അകത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അകത്ത് ഞാൻ എന്നും തുടയ്ക്കലില്ല കേട്ടോ. എന്നും തുടയ്ക്കാന്ന് വെച്ചാൽ തണുപ്പാണ് ഭയങ്കര തറയിൽ. നമ്മളവിടെ പുഴ സൈഡുമാണ്, ബേക്കിലൊക്കെ ഉറവയെല്ലാം പൊട്ടുന്നതുകൊണ്ട് ഭയങ്കര തണുപ്പ്. പിന്നെ എപ്പോഴും കാല് നമ്മൾ ചെരുപ്പില്ലാണ്ട് കുട്ടികൾ രണ്ടാളും ചെരുപ്പിട്ട് നടക്കും. കുഞ്ഞാപ്പിന് ചെരുപ്പിട്ട് നടത്താൻ പേടി. അവളിങ്ങനെ ഓടുന്നതുകൊണ്ട് എവിടെയെങ്കിലും വീണാലോ പറഞ്ഞിട്ട് ചെരുപ്പിട്ട് നടത്തില്ല. ഇപ്പോൾ ഇവർക്ക് ഉണ്ടാക്കും വീട്ടിലിടാൻ ചെരുപ്പ് കൊണ്ടുവന്നപ്പോൾ ഓൾക്കും വേണം പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ അകത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് അകമൊന്ന് തുടയ്ക്കലുള്ളൂ. കോലായി പിന്നെ എന്നും തുടച്ചിട്ടു കേട്ടോ. നമ്മളിങ്ങനെ കയറി ഇറങ്ങുന്നില്ല. രാത്രി വല്ല പൂച്ച എന്തെങ്കിലുമൊക്കെ കയറി കിടക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അറിയില്ലല്ലോ. അതുകൊണ്ട് കോലായി എപ്പോഴും തുടച്ചിടും. അന്നേരം മുറ്റമൊക്കെ അടിച്ചു വാരൽ ഇതാ. നമുക്ക് ഇവിടെ മാത്രമേ ഞാൻ മുറ്റടിക്കുന്ന കാണിച്ചിട്ടുള്ളൂ. ബേക്ക് വശത്തേക്കെല്ലാം അടിച്ചു വരാനുണ്ട് ഇപ്പുറം സൈഡല്ലോ. അന്നേരം അപ്പുറം സൈഡെല്ലാം അടിച്ചു വരണം. അന്നേരം ഇവിടെ അടിച്ചു വരുമ്പോൾ ചക്കരനോട് ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കുക, എന്നിട്ട് ഓളെ കൊണ്ടൊന്ന് വീഡിയോ എടുപ്പിച്ചാണ് കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചിതാക്കുക വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ടാണ് കേട്ടോ ഇനി അകത്തേക്ക് പോകുള്ളൂ. ഇനി കുളിക്കാണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകില്ല. അങ്ങോട്ടേക്ക് ഇറങ്ങി അടിച്ചു വാരി കഴിഞ്ഞാൽ മഴയാണ് കേട്ടോ. മഴ ചാറുന്നുണ്ട്. അങ്ങനെ മഴച്ചാറ്റിൽ കൊള്ളാതുള്ള ഒപ്പിക്കൽസ് അടിച്ചു വാരലാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ച് വരുമ്പോൾ ആ വെള്ളം ഒലിക്കൽ അങ്ങോട്ട് പോയിക്കോട്ടോ. എൻ്റെ അടിച്ചു വാരലിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബേക്ക് വശം അടിച്ചു തരാൻ വന്നപ്പോൾ ചക്കര ഉറവേൻ്റെ എടുക്കുകയാണ് കേട്ടോ. ഇതാ അതിൻ്റെ ഉള്ളിലൊരു ഓട്ട ആയിട്ടുണ്ട്. വെള്ളം വന്ന് ഇതിങ്ങനെ ഉറവ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. മഴ ഏകദേശം നല്ലോണം മാറിക്കഴിഞ്ഞാലാണ് ഈ ഉറവ വെള്ളം ഒന്ന് നിൽക്കുള്ളൂ. അതുവരെ ഇങ്ങനെ ഉറവ വെള്ളം വരും. ഇപ്പോൾ കുട്ടികളെന്താ കാട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വാഴപ്പോളം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം പിടിക്കലാണ് ഇവരെ പരിപാടി. അതായത് അതിനിപ്പോൾ കോലായും കൂടെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ കുളിക്കാൻ അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞ് വന്ന് ചായ കുടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താവും വേറെ റീൽസ് എടുക്കും. റീൽസ് 2 എടുത്തേക്കും. രാവിലത്തേക്കുള്ളതും ഉച്ചക്കത്തേക്കുള്ളതും എടുത്തവിടെ വയ്ക്കും. പിന്നെ നേരെ ലൈവ് ചെയ്യാൻ പോകും കേട്ടോ. ലൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നേരം ആവും കേട്ടോ.
ഇതാ കുഞ്ഞാപ്പൂനെ കുളിപ്പിക്കലൊക്കെ പിന്നെ എൻ്റെ ലൈവൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ കുഞ്ഞാപ്പൂനെ കുളിപ്പിക്കുള്ളൂ. അവളെ കുളിപ്പിച്ച് അവളെ ചോറൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കഴിയുമ്പോഴത്തേക്കാണ് 2 മണിയാവും. പിന്നെ കുറച്ച് നേരം ഫോണിലിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ കുറേ നമുക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാണ്ട് ഞാൻ കഴിയുന്നത് കമൻറ്റിന് അപ്പം റിപ്ലൈ കൊടുക്കും കേട്ടോ. എന്താ വെച്ചാൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും കൊടുക്കാൻ, നമുക്ക് തിരിച്ച് കൂട്ടാക്കാനുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അതൊക്കെ ഭയങ്കര പാടാണ്. അതായത് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ എല്ലാം എഴുതി വെക്കും. എന്നിട്ടാണ് അവർ ഐ ഡി ഒക്കെ എഴുതി വെച്ചിട്ടാണ് റിപ്ലൈ കൊടുക്കുക കേട്ടോ. അധികം കൂട്ടാക്കാനുള്ളവരൊക്കെ. പിന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഉച്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ. ഉച്ചക്ക് കുഞ്ഞാപ്പൂല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ രണ്ടാളും കുളിച്ച് മാറ്റിയതുണ്ടായിരുന്നു അലക്കിയിടാൻ. പിന്നെ അതവിടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇടങ്ങാറാണ്. ആറിയിടാൻ സ്ഥലമില്ലെങ്കിലും ഉണങ്ങിയില്ലെങ്കിലും ഞാൻ എങ്ങനെയും എവിടെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ആറിയിട്ടിട്ടെങ്കിലും ഡെയിലി അങ്ങോട്ട് അലക്കിയിടും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് കൂട്ടി വെക്കുന്ന കാര്യം ഭയങ്കര മടിയാണ്. തുണി ഞാൻ കുട്ടികളെ ചീത്ത അറിയും. തുണി കൂട്ടിയൊക്കെയല്ലേ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ തന്നെ തിരുമ്പിയിട് പറയാം. അവരാ കണക്കാക്കൂല. ഞാൻ തന്നെ പിന്നെ പോയിട്ട് അതങ്ങ് തിരുമ്പിയിടും. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ അലക്കുള്ളൂ. പിന്നെ എനിക്ക് തോന്നും ഞാൻ തന്നെ തണുപ്പത്ത് പോയിട്ട് അവർ അലക്കണ്ടേ പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയിട്ട് അങ്ങോട്ട് അലക്കിയിടും. പിന്നെ അതൊക്കെ അലക്കിയിട്ട് അന്നേരം ചക്കരയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ചക്കര അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും പുഴേനെ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ആ പുഴയുടെ ഉച്ചക്ക് മഴയൊക്കെ പെയ്തതിന് ശേഷം കുറച്ച് വെള്ളമുണ്ട് രാവിലെ തന്നെ കാട്ടിലും. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം ഇന്നിപ്പോൾ കടി വേറെ പ്രത്യേകിച്ച് കടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഞാൻ ലേശം അരി വറുത്ത് പൊടിക്കുകയാണ്. അരി വറുത്ത് പൊടിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് പൊടിച്ച് എടുക്കുകയാണ് കേട്ടോ വൈകുന്നേരത്തെ ചായക്ക്. പിന്നെ പാലുണ്ടായിരുന്നു ഒരു പാക്കറ്റ്. അന്നേരം അതും കൂടെ കാച്ചി ചായയും വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഒന്നും ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കണ്ടോയെന്ന് അറിയില്ല. എന്നിട്ട് നമ്മളെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബായ്.